ഇതിപ്പോൾ ഇത്രയും പണിയുള്ളൂ ഒരു ഫാമിൽ നിന്ന് വേറെ ഫാമിലേക്ക് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി വളരെ സിമ്പിളായിട്ട് നമുക്ക് അർബാനയുടെ പർപ്പസും കൂടി ഈ മെഷീൻ സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങുന്ന ആൾക്ക് ഒരു വടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ഒരു ഉപയോഗം. ഇനി നമുക്ക് ഈ റാക്കിംഗ് ബ്ലേഡ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ കളക്ടിംഗ് ബ്ലേഡ് കണക്ട് ചെയ്യാം. ഈ മെഷീൻ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ഉപയോഗമാണ് നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത്. F0 എന്ന് വന്നിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ബാലുശ്ശേരിക്ക് അടുത്ത് കൂരാച്ചുണ്ട് എന്ന് പറയുന്ന സ്ഥലത്താണ്. DreamLeaf Technologies എന്ന് പറഞ്ഞ ഒരു കമ്പനിയിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ ഒരു മെഷീൻ ജോബിൻ എന്ന് പറയുന്ന ഒരാൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിന്റെ വിശേഷമാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ഫാമിൽ കോഴി ഫാമിലൊക്കെ ഉപയോഗിക്കുന്ന റാക്കിംഗ് മെഷീൻ ഉണ്ടല്ലോ, ഞാൻ മുന്നേ ഒരു റാക്കിംഗ് മെഷീൻ കാണിച്ചിട്ടുണ്ട്. എന്നാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റാക്കിംഗ് മെഷീനാണ് ജോബിൻ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിന്റെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുന്നത്. ഒരു മെഷീനെ കൊണ്ട് ഒരു കാര്യമല്ല കേട്ടോ, പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ആ മെഷീന്റെ പ്രവർത്തനം വരുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നമുക്ക് കാണാം. നേരെ വീഡിയോയിലേക്ക്. DreamLeaf Technologies കമ്പനിയുടെ ഡയറക്ടർമാരിൽ ഒരാളായിട്ടുള്ള ജോബിനാണ് ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത്. ജോബിൻ, ഇങ്ങനെ ഒരു പ്രോഡക്റ്റിലേക്ക് നിങ്ങൾ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ ഏകദേശം നമ്മളൊരു വർഷത്തിനടുത്തായി ഈ പ്രൊഡക്റ്റ് ഡെവലപ്പ് ചെയ്തിട്ട്. ഓക്കെ. ഇപ്പോൾ നമ്മൾ തുടർച്ചയായിട്ട് ഒരു 6-7 മാസമായി നമ്മൾ ഫാമുകളിലൊക്കെ പരീക്ഷണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ ഒരു 6 മാസമായിട്ട് നമ്മുടെ ഈ ഒരു ഉപകരണം ഉപയോഗിക്കുന്ന ഒരു കർഷകന്റെ ഫാമിലാണ് ഇന്ന് നമ്മളുള്ളത്. പലരിലേക്കും ഈ ഒരു പ്രോഡക്റ്റ് എത്തിക്കഴിഞ്ഞു. അതെ അതെ. നിങ്ങളുടെ അടുത്ത് ഞാൻ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് ഇതൊരു വെറൈറ്റി ആണ്. അത് ഒരു പ്രോഡക്റ്റിനെ കൊണ്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? അതെ, തീർച്ചയായും. ആ രീതിയിലാണ് നിങ്ങൾ ഈ ഒരു കണ്ടെത്തൽ വന്നിട്ടുള്ളത്. അതെ, ഒരു ഉപകരണം കൊണ്ട് 3 ഉപയോഗമാണ് ഇതിൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. ഇതിനകത്ത് ഈ റാക്കിങ്ങിന്റെ ബ്ലേഡ്, അത് റാക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ബ്ലേഡ് മാറ്റിയിട്ട് കഴിഞ്ഞാൽ കളക്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള ബ്ലേഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കളക്ഷൻ പർപ്പസ് നടക്കും. അതേപോലെ തന്നെ നമുക്ക് ലോഡ് ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിനെ ഒരു അർബാനയുടെ ഒരു ഡബിൾ വീൽ, ഒരു അർബാന ഇല്ല വീൽ ബാരോയുടെ പർപ്പസും ഇതിൽ നമുക്ക് നടക്കും. അതായത് ഒരു മെഷീനിൽ തന്നെ 3 പർപ്പസുകൾ നടക്കും. ഇനി അതേപോലെ തന്നെ ഇപ്പോൾ ഓൾറെഡി റൺ ചെയ്യുന്ന ഫാമുകളിൽ ചിലപ്പോൾ അർബാന അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ സിംഗിൾ വീൽ ഉപകരണമുണ്ട്, റാക്കിംഗ് മാത്രമാണെങ്കിൽ. ഈ 2 മോഡൽ ഉപകരണങ്ങളാണ് ഇപ്പോൾ നമ്മൾ നിലവിൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത്. 2 വീലുള്ള മോഡലും അത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവർക്ക് പുതിയതായിട്ട് ഒരു വീൽ ബാരോ കാര്യങ്ങളോ വാങ്ങേണ്ടതില്ല. ഈ മെഷീൻ വാങ്ങിയ ഈ 3 പർപ്പസ് ഇത് തന്നെ നടത്താം. ഇതാണ് ഈ കാണുന്നതാണ് നമ്മുടെ മെഷീൻ. വളരെ സിമ്പിളായിട്ട് 2 വീലുള്ള ഒരു വീൽ ബാരോ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. ഇത് നമ്മൾ ബാക്കിയുള്ള 1 ഇഞ്ചിന്റെ റൗണ്ട് പൈപ്പ് ഉപയോഗിച്ചിട്ടാണ് ഇതിന്റെ ബാക്കിയുള്ള കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. 14 ഇഞ്ച് വീലുകളാണ് രണ്ടിടത്തായിട്ട് വരുന്നത്. 2 വീലുകളാണ്. മറിഞ്ഞു പോകുന്ന ടെൻഷൻ ഒന്നും വേണ്ട. പിന്നെ അതേപോലെ പുറയിൽ ഇങ്ങനെ ഒരു കാല് കാണാം. അതിൽ നമുക്ക് ലോഡ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കൺവീനിയന്റ് ആയിട്ട് ഇത് വെച്ചതിന് ശേഷം നമുക്ക് ലോഡ് ചെയ്യാം. പിന്നെ അതേപോലെ തന്നെ 2 ഹാൻഡിൽ കാണാം. ഇതിന്റെ ഉപയോഗം എന്താണെന്നുള്ള ഞാൻ ആ ബ്ലേഡ് ഫിറ്റ് ചെയ്തതിനു ശേഷം കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അതെ, ഇതാണ് റാക്കിങ്ങിന്റെ ബ്ലേഡ്. അതേപോലെ തന്നെ അത് കളക്ടിംഗ് ബ്ലേഡ്. ഈ 2 ബ്ലേഡ് നമുക്ക് ഈ മെഷീനിലേക്ക് ഈസി ആയിട്ട് അറ്റാച്ച് ചെയ്യാം. അത് നമുക്ക് ഈ റാക്കിങ്ങിന്റെ ബ്ലേഡ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നത് നോക്കാം. ഇത് ഈ കാണുന്ന പോലെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഇതാ ഇങ്ങനെ വെച്ചതിന് ശേഷം നമുക്ക് ഇവിടെ ഇതിന്റെ ഈ ഹോൾസ് കറക്റ്റ് ചെയ്യുക. അതിനുശേഷം ഈ ലോക്ക് ബോൾട്ടുകൾ ഉപയോഗിച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ട് ഒരു 2 മിനിറ്റ് പോലും വേണ്ട നമുക്ക്. അതിന് മുമ്പ് തന്നെ ഫിറ്റ് ചെയ്തെടുക്കാം. സിമ്പിളായിട്ട് ഫിറ്റ് ചെയ്യാം. ഓക്കെ. അത് ഫുള്ള് ടൈറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് മെഷീൻ റെഡിയായി. ഇപ്പോൾ നമ്മുടെ റാക്കിങ്ങിന്റെ ബ്ലേഡ് സെറ്റ് ആയി കഴിഞ്ഞു. ഓക്കെ. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഈ മെഷീന്റെ മുകളിലായിട്ട് 2 ഹാൻഡിലുകൾ കാണാം. അതെന്തിനാ 2 എന്തിനാ? ഇത് ഏറ്റവും ആദ്യം ഈ കാണുന്ന വെർട്ടിക്കൽ ആയിട്ടുള്ള ഹാൻഡിൽ നമ്മൾ ഉപയോഗിക്കുന്ന റാക്കിംഗ് പർപ്പസിനാണ്. റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഹാൻഡിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൺവീനിയന്റും നമുക്ക് ലോഡ് ഫ്രീ ആയിട്ട് വരുന്നതും ഈ ഹാൻഡിൽ ഉപയോഗിക്കുമ്പോഴാണ്. മുകളിലത്തെ ഹാൻഡിൽ ഇവിടെ പിടിച്ചിട്ടാണ് നമ്മൾ റാക്ക് ചെയ്യേണ്ടത്. ഈ താഴത്തെ ഹാൻഡിൽ എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ലോഡ്, ഞാൻ പറഞ്ഞല്ലോ ഒരു വീൽ ബാരോ അല്ലെ അർബാനയുടെ പർപ്പസും കൂടെ ഇതിനുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോഡ് കൺവീനിയന്റ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ 2ാമത്തെ ഹാൻഡിൽ. അടിപൊളി. ഈ 2 ഹാൻഡിൽ ഉപയോഗിച്ച് നമുക്കിത് ഫ്രണ്ട് കുറച്ച് പൊങ്ങുകയും ചെയ്യും, നമുക്ക് ഇങ്ങനെ കൊണ്ടുപോവുകയും ചെയ്യാം. ഇനി ഇതിൽ റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റാക്കിംഗ് പ്രോപ്പറായിട്ട് വരത്തില്ല. അതുകൊണ്ട് എപ്പോഴും റാക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഹാൻഡിൽ തന്നെ ഉപയോഗിച്ചിട്ട് നമുക്ക് റാക്ക് ചെയ്യാം. ഈ മെഷീന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ കാണുന്ന പോലെ ഈ റാക്കിങ്ങിന്റെ ബ്ലേഡിന്റെ ഷേപ്പ് കണ്ടില്ലേ, ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണുള്ളത്. അത് നമുക്ക് ഏത് കോർണർ നമുക്ക് ഇളക്കാൻ പാകത്തിന് ഒരു 90 ഡിഗ്രി ഉള്ള കോർണർ പോലും സിമ്പിളായിട്ട് ഇളക്കാൻ പറ്റുന്ന രീതിയിലാണ്. അതേപോലെ പിന്നെ ഇവര് ഈ ഫാമുകളിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ ഡ്രിങ്കറുകൾ, അതായത് ഈ കുടിവെള്ള പാത്രത്തിന്റെയും ഫീഡിംഗ് പാത്രത്തിന്റെയൊക്കെ അടിയിൽ ഇളക്കുക എന്നുള്ളത്. ചെറിയ സ്പേസ് ഉള്ളൂ. ഏകദേശം ഒരു ഫ്ലോർ ലെവലിൽ നിന്ന് ഒരു 4 ഇഞ്ച് പൊക്കത്തിലാണ് അത് നിൽക്കുന്നത്. മിക്ക മെഷീനും അതിന്റെ അടി ഇളക്കാൻ വളരെ പാടുപെടുന്ന ഒരു സാഹചര്യം, മെഷീൻ കേറില്ല. അന്നേരം ഈ മെഷീന്റെ പ്രത്യേകത വെച്ചാൽ അതിന്റെ അടിയിൽ ഒരു എൻഡിൽ നിന്ന് മറ്റേ എൻഡ് വരെ സിമ്പിളായിട്ട് ഇളക്കി പോവാം. ഇതുപോലെ വളരെ സിമ്പിൾ ആയിട്ട് പോവാം. അത് ഭയങ്കര എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ മുന്നേ കണ്ട മെഷീൻസ് ഒക്കെ എന്ന് പറഞ്ഞാല് ഇത് ഈ ഉൾഭാഗത്തൊക്കെ കയറിപ്പോകാൻ കുറച്ച് പ്രയാസമാണ്. ഇതാവുമ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഏത് ഭാഗത്ത് കൊണ്ടുപോകാൻ പറ്റും. മിക്ക മെഷീന്റെയും ഒന്നെങ്കിൽ റാക്കിംഗ് ബ്ലേഡ് പിന്നിലായിരിക്കും, ടയർ മുന്നിലായിരിക്കും, ഇല്ലെങ്കിൽ റാക്കിംഗ് ബ്ലേഡ് നടുക്കായിരിക്കും. ഇതുകൊണ്ടൊക്കെ നമുക്ക് കോർണറുകൾ ഇളക്കാൻ, പിന്നെ അതേപോലെ തന്നെ ഈ ഡ്രിങ്കറുകളുടെ ഒക്കെ അടിയിൽ
ഫീഡറുകളുടെയൊക്കെ അടിയിൽ ഇളക്കാൻ വളരെ പ്രയാസമായിരിക്കും. ഇതിനെക്കൊണ്ടുള്ള മറ്റൊരു ഉപയോഗമാണ് ഈ അർബാനയുടെ ഒരു പർപ്പസ്. നമുക്കറിയാം ഫാമുകളിലൊക്കെ നമ്മുടെ തീറ്റ ഒരു ഭാഗത്തായിരിക്കും ഉണ്ടാകുന്നത്. അതൊരു ഭാഗത്തുനിന്ന് വേറൊരു ഭാഗത്തേക്ക് എത്തിക്കാനും അതേപോലെ തന്നെ ഈ ഫീഡറുകളിലൊക്കെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു അർബാനയുടെ യൂസ് ഉണ്ട് ഫാമുകളിൽ. അതായത് അതിന് വേണ്ടിയിട്ടും കൂടി ഈ ഉപകരണം നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താം. ഇതിൽ കാണുന്ന പോലെ തന്നെ അതായത് 50 കിലോയുടെ ചാക്കുകളായിരിക്കും വരിക. അത് 1-2 ചാക്കുകൾ വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് വളരെ ലോഡ് നമ്മുടെ കയ്യിൽ ഫീൽ ചെയ്യാത്ത രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. സാധാരണ നമ്മൾ അർബാന എക്സ്ട്രാ വാങ്ങിക്കണം. എല്ലാ ഫാമുകളിലും ഉണ്ടാവും അർബാന. അതായത് ഒരു ഭാഗത്ത് മറ്റൊരു ഭാഗത്തേക്ക് അത്രയും ദൂരം ഉണ്ടാവും. അതെ, ഏകദേശം ഒരു 70 മീറ്റർ 75 മീറ്റർ മുതൽ 100 മീറ്റർ അങ്ങനെ മുകളിലേക്ക് കിടക്കാണ് ഫാമുകളുടെ ദൂരം. അന്നേരം ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് കൊണ്ടുപോകാന്നുള്ളത് ഒരു അർബാന ഇല്ലാതെ പണി തന്നെയാണ്. അർബാന എന്തായാലും വേണം. ഒരു അർബാനയുടെ പർപ്പസും കൂടി ഈ മെഷീൻ സാറ്റിസ്ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങുന്ന ആൾക്ക് ഒരു വെടിക്ക് 2 പക്ഷി എന്ന് പറഞ്ഞ പോലെ ഒരു ഉപയോഗമായി. കാരണം അർബാന എക്സ്ട്രാ വാങ്ങിക്കണം. ഇതുവരെ നമ്മൾ റാക്കിംഗ് ബ്ലേഡ് ഉപയോഗിച്ചിട്ടാണ്. ഇനി നമുക്ക് ഈ റാക്കിംഗ് ബ്ലേഡ് നമുക്ക് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ കളക്റ്റിംഗ് ബ്ലേഡ് കണക്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഈ കാണുന്ന നെട്ടും ബോൾട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ റാക്കിങ്ങിന്റെ ബ്ലേഡ് സിമ്പിളായിട്ട് നമുക്ക് ഊരിയെടുക്കാം. ഇത് അയച്ചെടുക്കാൻ വലിയ പണിയൊന്നും ഇല്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഊരിയെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം ഈ കളക്റ്റിംഗ് ബ്ലേഡ് ഈ കാണുന്ന പോലെ തന്നെ നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യാം. അത് ഇതേപോലെ തന്നെ ടൈറ്റ് ചെയ്യാം. ഈ കളക്റ്റിംഗ് ബ്ലേഡ് എന്തിനു വേണ്ടിയിട്ടാണ്? കളക്റ്റിംഗ് ബ്ലേഡ് നമുക്ക് ഈ കോഴി പോയതിന് ശേഷം ഒരു 40-45 ദിവസത്തിന് ശേഷം കോഴി പിടിച്ച് പോയതിന് ശേഷം നമുക്ക് ഈ കോഴിയുടെ വേസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് കളക്ട് ചെയ്ത് ചാക്കിലേക്ക് കളക്ട് ചെയ്യാം. കോഴിവളമായിട്ട് പോകുന്ന സാധനമാണത്. അതായത് അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സാധാരണ ട്രഡീഷണൽ ആയിട്ട് ആൾക്കാർ തൂമ്പ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അതിന് വളരെ സിമ്പിളായിട്ട് ഈ ഉപകരണത്തെ തന്നെ നമുക്ക് ഈ കളക്റ്റിംഗ് ബ്ലേഡ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അത് ഈ മെഷീന്റെ മൂന്നാമത്തെ കാര്യമാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. മൂന്നാമത്തെ ഉപയോഗമാണ് നമ്മൾ ഇതിൽ കാണാൻ പോകുന്നത്. സാധാരണ ഫാമുകൾ മണ്ണിന്റെ തറയുള്ള ഫാമുകൾ ഉണ്ടാവും, അതേപോലെ തന്നെ സിമെന്റ് തറയുള്ള ഉണ്ടാവും. ഇനിയിപ്പോൾ ഈ രണ്ടിടത്തും നമുക്ക് ഈ ബ്ലേഡ് ഉപയോഗിക്കാവുന്നതാണ്. കളക്റ്റിംഗ് ബ്ലേഡ് ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ഈ കളക്റ്റിംഗ് ബ്ലേഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് ഇത് കളക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. 2 രീതിയിൽ നമുക്ക് കളക്ട് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് പുറകോട്ട് മൂവ് ചെയ്യുന്ന രീതിയിൽ സിമ്പിളായിട്ട് ഇത് കളക്ട് ചെയ്ത് വരാം. അത് നമുക്ക് പുറകോട്ട് മണ്ണിൻ്റെ ഫ്ലോറൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പുറകോട്ട് പോകുന്നതാണ് ഏറ്റവും സൗകര്യം. ഇല്ല അതേപോലെ തന്നെ വേണമെങ്കിൽ മുന്നോട്ട് നമുക്ക് ഇതേപോലെ തന്നെ ചെയ്യാം. പക്ഷേ ഈ മണ്ണിൻ്റെ തറയുള്ള ഫാമുകളിൽ മുന്നോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ഒരേ പാറ്റേണിലല്ലേ ഫ്ലോർ ലെവൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും. ഏറ്റവും എളുപ്പം. ഇനിയിപ്പോൾ ഇത് പുറകോട്ട് പോകുന്നതാണ് ഏറ്റവും സുഖം. പുറകോട്ട് ഇങ്ങനെ വലിച്ച് നമുക്ക് കൂട്ടിയെടുക്കാം. എത്ര ദൂരം വേണേലും നമുക്ക് ഇങ്ങനെ ഇതേപോലെ തന്നെ നമുക്ക് കളക്ട് ചെയ്തുകൊണ്ട് പോവാം. നമുക്ക് മണ്ണൊക്കെ കറക്റ്റ് ചെയ്യാൻ ഇത് നല്ലതാണ്. മണ്ണ് കറക്റ്റ് ചെയ്യാൻ ഒരു ലെവൽ ചെയ്യാനൊക്കെ വേണമെങ്കിൽ നമുക്ക് അത് ഉപയോഗിക്കാം. അത് ഏകദേശം ഒരു പർട്ടിക്കുലർ ലെവലിൽ നമ്മൾ ഇത് ഹോൾഡ് ചെയ്തതിനു ശേഷം മൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇത് നിരത്താൻ ഉപയോഗിക്കാം. ആ ലെവലിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് മൂവ് ചെയ്ത് കൊണ്ടുവരാനും സാധിക്കും ഉപകരണം വെച്ചിട്ട്. ഇത് നമ്മുടെ രണ്ടാമത്തെ മോഡൽ റാക്കിംഗ് മെഷീനാണ്. ഇപ്പം നിങ്ങൾക്കറിയാം ഓൾറെഡി ഒരു അർബാനയൊക്കെയുള്ള ഫാമുകളാണെന്നുണ്ടെങ്കിൽ അർബാനയുടെ ഉപയോഗം കഴിച്ചിട്ട് ബാക്കി 2 ഉപയോഗങ്ങളും നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന രണ്ടാമത്തെ മോഡലാണിത്. ഇതിനകത്ത് നമുക്ക് റാക്കിങ്ങിൻ്റെ ഉപയോഗമുണ്ട്, അതേപോലെ തന്നെ നമുക്ക് ബ്ലേഡ് മാറ്റിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കളക്റ്റിങ്ങിൻ്റെ ഉപയോഗം, അതായത് നമ്മുടെ ഈ ലിറ്റർ കളക്ട് ചെയ്ത് കൂട്ടാനും നമുക്ക് ഈ മെഷീനും കൊണ്ട് ഉപയോഗിക്കാം. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒരു ഫാമിൽ നിന്ന് വേറൊരു ഫാമിലേക്ക് കൊണ്ടുപോകാൻ നേരത്തുക ഈ കാണുന്ന പോലെ ചിരിക്കുക, വളരെ കൂളായിട്ട് ഇങ്ങനെ നമുക്ക് പാട്ടും പാടി അടുത്ത ഫാമിലേക്ക് കൊണ്ടുപോകാം. ഇത്രേ വെയിറ്റ് ഉള്ളൂ. വളരെ സിമ്പിളായിട്ട്. കാരണം ഇപ്പോൾ ഒരു റാക്കിംഗ് മെഷീൻ വാങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം പല തട്ടുകളിലൊക്കെ ആയിട്ടായിരിക്കും. നമ്മുടെ കേരളത്തിലെ ഒരു പ്രത്യേകതയാണ് ഫാമുകൾ 1-2 തട്ടുകളിലൊക്കെ ആയിട്ടായിരിക്കും ഫാമുകൾ ഉണ്ടാകും. അന്നേരം ഒരു ഫാമിൻ്റെ ഫ്ലോറിൽ നിന്ന് അടുത്ത ഫാമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇതെന്ത് ചെയ്യുക, ഇതേപോലെ തന്നെ നമുക്ക് സുഖമായിട്ട് ഒരു ഫാമിൽ നിന്ന് എടുത്ത് ക്ലീൻ ചെയ്തിട്ട് അടുത്ത ഫാമിലേക്ക് കൊണ്ടുപോകാം. സിംഗിൾ വീലാണ്, വളരെ ലൈറ്റ് ആണ്, എവിടെ നിന്ന് വേണമെങ്കിലും തിരിക്കാം, എങ്ങനെ വേണമെങ്കിലും തിരിക്കാം, ഹാൻഡിൽ ചെയ്യാൻ സുഖമാണ്. കണ്ടേ, എങ്ങനെ വേണമെങ്കിലും ഏത് പോയിന്റഡ് പ്ലേസിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് തിരിച്ചെടുത്ത് മറ്റൊരു ഭാഗത്തേക്ക് പോകാം. അതെ, അത് ഏത് പാത്രത്തിന് ഇടയ്ക്കൂടിയോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിലേക്കൂടെ വേണമെങ്കിലും കൊണ്ടുപോവുകയും ചെയ്യാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. ഇത് പക്ഷേ ഈ പറഞ്ഞതുപോലെ അർബാനയുടെ യൂസ് ഇല്ലാത്തവർക്ക്, അർബാനയുടെ യൂസ് ഇല്ല, ആ റാക്കിങ്ങും കളക്റ്റിങ്ങും മാത്രം വേണ്ടവർക്കാണെങ്കിൽ ഈ മോഡലും ഉണ്ട്. സിംഗിൾ വീലാണ്. ഇനി എനിക്കറിയേണ്ടത് നിങ്ങൾ ഈ മാർക്കറ്റിംഗ് എങ്ങനെയാണ് നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നത്, എവിടെയൊക്കെ നിങ്ങൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട് ഈ പ്രോഡക്റ്റ്? നമ്മൾ ഇന്ത്യയിൽ എല്ലായിടത്തും നമ്മൾ മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇന്ത്യയിൽ എല്ലായിടത്തും നമുക്ക് കൊറിയർ ചെയ്ത് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഇന്ത്യയിൽ എവിടെയും ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇത് കൊടുക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ഈ മെഷീന്റെ കൂടെ നിങ്ങൾ കൊടുക്കുന്നത്? ഇതിന്റെ കൂടെ നമുക്ക് ഉണ്ടാകുന്നത് റാക്കിങ്ങിന്റെ ബ്ലേഡ് ഉണ്ടാവും, അതേപോലെ തന്നെ കളക്റ്റിങ്ങിന്റെ ബ്ലേഡ്, പിന്നെ 2 വീൽ, ഇത്രയും പിന്നെ ആ റാക്കിംഗ് മെഷീനുമാണ് നമ്മൾ റാപ്പ് ചെയ്തിട്ടാണ് അയക്കുക. ഇനി എനിക്ക് ലാസ്റ്റ് ആയിട്ട് അറിയേണ്ടത് ഇതിന്റെ പ്രൈസ് ആണ്. നമ്മൾ ഇതിന്റെ 2 മോഡൽ കണ്ടു. ഇതിൽ ഡബിൾ വീലുള്ള മോഡലിന് പ്രൈസ് വരുന്നത് 7500 രൂപയാണ് പ്രൈസ് വരുന്നത്. അതോടൊപ്പം തന്നെ സിംഗിൾ വീലുള്ള മോഡൽ കണ്ടു, അതിന് വില വരുന്നത് 4000 രൂപയാണ് വരുന്നത്. 4000 രൂപ സിംഗിളിന് വരുന്നത്. നമ്മളിപ്പോ ഒരാളെ ഒരു ജോലിക്ക് വെക്കണമെങ്കിൽ വലിയൊരു പൈസ വരും. ഹിന്ദിക്ക് പുറത്തുനിന്നുള്ള ഒരാളെ നമ്മൾ പണിക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു 12000 രൂപ മാസം അയാൾക്ക് പൈസ ആയിട്ടാണ് കൊടുക്കണം. മിനിമം 10,000-12,000 കൊടുക്കേണ്ടി വരും. തീർച്ചയായിട്ടും കൊടുക്കണം. ഈ ഒരു ഉപകരണം ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ജോലിക്കാരനെ മാറ്റിയിട്ട് നമുക്ക് തന്നെ സിമ്പിളായിട്ട് ചെയ്യാം. വളരെ
ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് ചെയ്ത് അത്ര എഫേർട്ട് ഫ്രീ ആണ്. അത് നമ്മൾ പണ്ട് കുട്ടിക്കാലത്തൊക്കെ നമ്മൾ കുട്ടികളൊക്കെ ഇങ്ങനെ വണ്ടിയൊക്കെ എന്താ പറയുക തള്ളി നടന്ന ആ ഒരു ഫീലിലേക്ക് നമുക്ക് വരാൻ പറ്റില്ലേ ഈ ഒരു പ്രായത്തിലും. ഓക്കെ, ഫാമിന്റെ ഓണർ ജിജിച്ചേട്ടൻ ഇപ്പൊ എന്റെ കൂടെ ഉള്ളത്. ജിജിച്ചേട്ടൻ ഈ ഒരു മെഷീൻ വാങ്ങിച്ചിട്ട് എങ്ങനെയുണ്ട്? ജോബിൻ്റെ ഈ മെഷീൻ വാങ്ങിയ ശേഷം എൻ്റെ വർക്കിന് വളരെ 50% എനിക്ക് ജോലി ഭാരം കുറഞ്ഞു കിട്ടി. അപ്പോൾ എനിക്ക് അത്ര ക്ഷീണം മാറി. വർക്ക് ചെയ്യാൻ നല്ല സുഖമാണ്. ഇതിപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇത് വെച്ച് ചെയ്യുന്നത്? ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. ജോലിക്കാരുണ്ടായിരുന്നു, ജോലിക്കാരിപ്പോൾ ഇല്ല, അത് ഒഴിവാക്കി. നമുക്ക് തന്നെ സുഖമായിട്ട് ഫ്രീ ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്. ഈ മെഷീൻ വന്നതിന് ശേഷം ഒഴിവാക്കിയത് തന്നെയാണോ? അതെ അതെ. ഞാൻ ഈ മെഷീൻ വാങ്ങിയതിന് ശേഷം എനിക്ക് ഇളക്കാൻ വളരെ ഫ്രീ ആയിട്ട് ഇളക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വളരെ ക്ലീൻ ആയിട്ട് ഇളകി പോകുന്നുണ്ട്. ഫുള്ള് പൊടിഞ്ഞു വരുന്നുണ്ട്. ശരിക്കത് ഇളകി മറിഞ്ഞു വരുന്നുണ്ട്. മെയിനായിട്ട് അതാണ് ഉദ്ദേശിക്കുന്നത്. ഇത് എത്ര കാലം കൂടുമ്പോൾ ഇത് ഇങ്ങനെ ഇളക്കേണ്ടത്? നമ്മൾ എല്ലാ ദിവസവും രാവിലെ ഇളക്കും. ഡെയിലി ഇളക്കണം? ഡെയിലി ഇളക്കണം. ഇതില്ലെങ്കിൽ ഈ മെഷീൻ ഇല്ലാത്ത സമയത്ത് നിങ്ങൾ എന്തായാലും ചെയ്തുകൊണ്ടിരുന്നത്? വേറെ ഒരു കമ്പിപ്പാറ വെച്ച് അങ്ങനെ ഉന്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കുറച്ച് പണിയാണ്, ജോലിഭാരം കൂടുതലാണ്. അതുകൊണ്ട് അതാ നിങ്ങൾ ചെയ്യാതെ ജോലിക്കാരെ വെച്ചത്. ഇത് വന്നതിന് ശേഷം നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം വേറെ ഒരു സപ്പോർട്ടർ ആളുടെ ആവശ്യമില്ല, ആരും വേണ്ട. ഒരു മെഷീന്റെ കൂടെ നമ്മൾ തന്നെ അങ്ങോട്ട് തള്ളി അങ്ങോട്ട് സിമ്പിളായിട്ട് നമുക്ക് ഏത് ഫീൽഡ് വേണമെങ്കിലും അല്ലെ ഏത് ഫാം വേണമെങ്കിലും ഇതേപോലെ ഇളക്കി മറിച്ചിടാൻ പറ്റും അല്ലേ? ഇത്രയാണ് ഡ്രീം ലീഫ് ടെക്നോളജീസിന്റെ ഈ മെഷീൻ റാക്കി മെഷീന്റെ വിശേഷങ്ങൾ. വളരെ ഭംഗിയുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ ഒരു മെഷീൻ വെച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അല്ലേ? മൾട്ടി യൂസ് ആണ് വരുന്നത്. നമുക്കൊരു അർബാനായിട്ട് യൂസ് ചെയ്യാം, റാക്ക് ചെയ്യാൻ ഉപയോഗിക്കാം, ലെവൽ ചെയ്യാൻ ഉപയോഗിക്കാം. എല്ലാ കാര്യങ്ങളും മുക്കിലും മൂലയിലും വരെ റാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു രീതി അല്ലെ ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ട് വിളിക്കാം കേട്ടോ. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നത്, വിളിക്കാൻ നിങ്ങൾക്ക് സംസാരിക്കാം. ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ്. അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം. ഓക്കെ, ബൈ.